ഒടുവിൽ അവർ തീരുമാനിച്ചു കുടുംബസംഗമം ജനുവരി ആദ്യവാരം നടത്താൻ. അമ്മയിലെ മുഴുവൻ അംഗങ്ങളുടെയും കുടുംബങ്ങളെ പങ്കെടുപ്പിച്ച് വലിയ പരിപാടി നടത്താനാണ് സംഘടന ലക്ഷ്യമിടുന്നത്. തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതി ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതോടെ കൂട്ടരാജി സമർപ്പിച്ചതുകൊണ്ട് നിലവിലുള്ള അഡ്വോ കമ്മിറ്റിയാണ് പരിപാടിക്ക് നേതൃത്വം നൽകുന്നത്. കൊച്ചി രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് പരിപാടികൾ നടത്താൻ ആഗ്രഹിക്കുന്നത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, മോഹൻലാല്, മമ്മൂട്ടി എന്നിവരുടെ നേതൃത്വത്തിലായിരിക്കും പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. മെഗാ സ്റ്റേജ് ഷോ ഉൾപ്പെടെയുള്ള പരിപാടികൾക്ക് അവർ പ്ലാൻ ചെയ്യുന്നു. ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് ഉണ്ടാവുക. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുത്തി വെച്ച നാണക്കേട് ഒഴിവാക്കാൻ കൂടിയാണ് മെഗാ പരിപാടിയുമായി അമ്മ രംഗത്തിറങ്ങുന്നത്. അതും ഒറ്റക്കെട്ടായി, എല്ലാവരും കൂടി ചേർന്ന് കുടുംബമായി. നേരത്തെ തെരഞ്ഞെടുക്കപ്പെട്ട സിദ്ദിഖിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ഓണത്തോടനുബന്ധിച്ച് കുടുംബസംഗമം നടത്താൻ പദ്ധതി ഇട്ടിരുന്നു. എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഉണ്ടായ വിവാദത്തിൽ ഭരണസമിതി കൂട്ടരാജി നൽകിയെന്ന് മാത്രമല്ല പരിപാടികളൊക്കെ റദ്ദാക്കി. ചില ഭാരവാഹികൾക്കെതിരെ ലൈംഗിക ആരോപണം ഉയർന്നതിന്റെ പശ്ചാത്തലത്തിൽ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്താണ് ഭാരവാഹികൾ സ്വമേധയാ സ്ഥാനമൊഴിഞ്ഞത്. ലൈംഗിക പീഡനാരോപണം നേരിട്ട ജനറൽ സെക്രട്ടറി സിദ്ദിഖ് നേരത്തെ രാജിവെച്ചിരുന്നു. ഇതിന് പിന്നാലെ ജോയിന്റ് സെക്രട്ടറി ബാബുരാജും ആരോപണ നിഴലിലായതോടെ പ്രതിസന്ധിയിലായ നേതൃത്വം കൂടുതൽ ആരോപണങ്ങൾ ഉയരുന്നതിന് മുൻപ് രാജിവെക്കുന്നതാണ് ഭംഗിയെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് കൂട്ടരാജി സമർപ്പിച്ചത്. പുതിയ ഭരണസമിതി വരുന്നതുവരെ 2 മാസത്തേക്ക് നിലവിലുള്ള സമിതി അഡ്വോക്കായി പ്രവർത്തിക്കുകയും അംഗങ്ങൾക്ക് നൽകുന്ന കൈനീട്ടവും ആരോഗ്യ സഹായവും തുടരുമെന്നും അന്ന് സംഘടന അറിയിച്ചതാണ്. അതിപ്പോഴും ചെയ്തു വരുന്നുണ്ട്. അമ്മയെ ശക്തിപ്പെടുത്താൻ കെൽപ്പുള്ള പുതിയ നേതൃത്വം വരട്ടെ എന്ന ശുഭപ്രതീക്ഷയാണ് മോഹൻലാൽ അന്ന് പങ്കുവച്ചത്. എന്നാൽ കൂട്ടരാജി അംഗീകരിക്കില്ലെന്ന് കേന്ദ്രമന്ത്രി കൂടിയായ സുരേഷ് ഗോപി അമ്മ ആസ്ഥാനത്ത് നടന്ന കേരളപ്പിറവി ദിനാഘോഷത്തിൽ നിലപാടെടുത്തു. രാജിവെച്ചവർ തിരികെ എത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. അത് എത്രത്തോളം നടപ്പാക്കുമെന്ന് കണ്ടറിയണം. കാരണം പറഞ്ഞത് സുരേഷ് ഗോപി ആയതുകൊണ്ട് കാത്തിരുന്ന് കാണാം.